ഹായ്, വെൽക്കം ടു ലേറ്റ് ഓൺ ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രെഡിനെ കുറിച്ചാണ്. ക്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് ആപ്ലിക്കേഷന്റെ ഡേറ്റാബേസിൽ നടക്കുന്ന ഫണ്ടമെന്റൽ കാര്യങ്ങളെയാണ് നമ്മൾ ക്രെഡ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും 4 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ക്രിയേറ്റ്, റിട്രീവ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഈ 4 കാര്യങ്ങളാണ് ഒരു വെബ് ആപ്ലിക്കേഷന്റെ ഡേറ്റാബേസിൽ നടക്കുന്ന ഫണ്ടമെന്റൽ കാര്യങ്ങൾ. ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൽ നമ്മളൊരു യൂസറെ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറേ ഡേറ്റാസ് ഒക്കെ നമ്മുടെ നെയിം, പ്രൊഫൈൽ പിക്ചർ ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ എടുക്കുവാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ നെയിമൊക്കെ കൊടുത്ത് ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ ക്രിയേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പോസ്റ്റ് എന്നൊരു മെത്തേഡാണ്. അടുത്ത റിട്രീവ്. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റിന് വേണ്ടി ഇപ്പം നമ്മളൊരു കാറ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു കാറ്. അപ്പോൾ ആ കാറിൻ്റെ ഡീറ്റെയിൽസ്, അതായത് അതിൻ്റെ കളറ്, വില, പ്രൈസ്, എല്ലാ കാര്യങ്ങളും കൊടുത്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഡേറ്റ, അതായത് വാങ്ങുന്ന ഒരാൾക്ക് ആ കാറിനെ കുറിച്ച് അറിയാനും ആ കാറ് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ഈ ഡേറ്റ ഉപകാരപ്പെടും. ആ ഡേറ്റ അറിയാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റാസിനെ ഫുള്ള്, അതായത് ഇപ്പം യൂസർ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിയുമ്പോൾ ആ കാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാം. ആ കാറിൻ്റെ ഓരോ ഡീറ്റെയിൽസും സെർച്ച് ചെയ്താൽ കാണാം. ഇത് ആ കാറിൻ്റെ ഡേറ്റ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ റിട്രീവ് ചെയ്യുന്നതാണ് ഈ ഡേറ്റാസ് യൂസർ ഫ്രണ്ടിൽ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കാറിന് ഇപ്പൊ പ്രൈസ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ ആ പ്രൈസ് മാറി. ആ പ്രൈസ് അപ്പോൾ എന്താ, അപ്ഡേറ്റ് ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണത്. ഇനി ആ കാറ് ടോട്ടലായിട്ട് നിർത്തി, ഇനി വിൽക്കുന്നില്ല, അങ്ങനെ വരുമ്പോൾ ആ ഡേറ്റാബേസിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. ഈ 4 കാര്യങ്ങളാണ് ക്രെഡ്. ഇത് ഒരു വെബ് ആപ്ലിക്കേഷന്റെ ഡേറ്റാബേസ് നടക്കുന്ന ഫണ്ടമെന്റൽ കാര്യങ്ങളാണ്. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കണം. ഈ ജസ്റ്റ് നമ്മുടെ സെർവർ നമ്മൾ ജസ്റ്റ് റൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ അഡ്മിൻ പേജിൽ പോവുക. ഓക്കെ, ഇതാണ് നമ്മുടെ അഡ്മിൻ പേജ്. എൻ്റെ അകത്ത് യൂസർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യൂസറെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഡേറ്റ കാണാം. ഓക്കെ, ഇപ്പം നമുക്ക് ജസ്റ്റ് ദേവ് എന്ന് എടുക്കണമെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡേറ്റ ഇവിടെ ദേവ് എന്ന് പറയുന്നത് നമുക്ക് കാണാം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്രീവ് ചെയ്യാണ്. ജസ്റ്റ് നമ്മുടെ ടെർമിനലിൽ പോവുക, എന്നിട്ട് ജസ്റ്റ് നോക്കുക. ഇവിടെ കണ്ടോ, ഗെറ്റ്. നമ്മളിപ്പോൾ ഗെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ആഡ് യൂസർ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു യൂസർ നെയിം കൊടുക്കുക, ജസ്റ്റ് dev001. പാസ്വേഡ് ഓക്കെ, ജസ്റ്റ് പാസ്വേഡ് റീടൈപ്പ് ചെയ്യുക. ജസ്റ്റ് സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു യൂസറെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, dev001 എന്ന് പറഞ്ഞാണ്. ജസ്റ്റ് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു പോസ്റ്റ്, ഇത് കണ്ടോ, പോസ്റ്റ്. നമ്മൾ ആ യൂസറിന്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക, അതായത് അതിൻ്റെ അകത്തേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതിനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, പോസ്റ്റ് മെത്തേഡ്. ഇനി ഒരു ഡേറ്റയെ റിട്രീവ് ചെയ്യാൻ, അതായത് കാണാനോ അല്ലെങ്കിൽ ഒരു സെർച്ച് ബോക്സിൽ നിന്ന് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസിൽ നിന്ന് എടുക്കാനാണെങ്കിൽ നമ്മൾ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യും. ഈ ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം കുറച്ച് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ദേവ് വേറെ എന്തെങ്കിലും W എന്ന് ഞാൻ കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ സേവ് ചെയ്യാം. അപ്പൊ അവിടെ നടന്ന അപ്ഡേറ്റ് ആണ്. ഇവിടെ പുട്ട് എന്ന് പറയുന്നൊരു ഇത് വന്നിട്ടുണ്ടാവില്ല, പകരം പോസ്റ്റ് ആയിരിക്കും റൺ ചെയ്തിരിക്കുന്നത്. ഈ അപ്ഡേറ്റിൻ്റെ അത്
പോസ്റ്റും കൂടെ പോസ്റ്റ് മെത്തേഡും കൂടെ യൂസ് ചെയ്യുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആണ്. ഇനി ജസ്റ്റ് നമുക്ക് ഈ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത യൂസർ തന്നെ എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വേർഡ് ഇവിടെ ഡിലീറ്റ് ഉണ്ട്. ഈ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പൊ ഈ 4 മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ക്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ റിട്രീവ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഈ 4 കാര്യങ്ങളാണ് ക്രെഡിൽ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയത്. അതായത് ഒരു ഡേറ്റാബേസിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വെബ് ആപ്ലിക്കേഷന് വേണ്ടി ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യും എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റിന്റെ പ്രൊഡക്റ്റിന് വേണ്ടി നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല കൂടുതലായിട്ട് ഐഡിയ കിട്ടും. അപ്പോൾ എല്ലാവരും ലേൺ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.